എൻ്റെ പേര് ഡോക്ടർ അൻഫിൽ തോമസ്, സീൽ അക്കാഡമിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ക്യാപ്സ് എക്സാം മാറി ഓപ്പറ എക്സാമിലേക്ക് വന്നു എന്നുള്ളത്. സോ ക്യാപ്സ് എക്സാമും ഓപ്പറ എക്സാമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ക്യാപ്സ് എക്സാം ആയിരുന്നെങ്കിൽ 100 ക്വസ്റ്റ്യൻസിൻ്റെ 2 പേപ്പറായിട്ടായിരുന്നു എക്സാം. ഓപ്പറ എക്സാമിലേക്ക് വന്നപ്പോൾ ഒരു സിംഗിൾ സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെക്ഷനായിട്ട് 120 ക്വസ്റ്റ്യനാണ് നമുക്ക് മെയിനായിട്ട് വരിക. വേറെ കൂടുതൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കണ്ടന്റിലാണെങ്കിലും അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ക്ലിനിക്കലി ആസ്പെക്ട്സ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് സബ്ജക്റ്റുകൾക്കൊക്കെയാണ്. സോ നമുക്ക് തെറാപ്യൂട്ടിക് സബ്ജക്റ്റ് ആൻസർ ചെയ്യണമെങ്കിൽ ഇത് വേണം, കോളേജിൽ ഒരു നല്ല ഫാർമക്കോളജിയിൽ ഒരു നല്ല ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തെറാപ്പി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ APC തന്നെ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ ക്യാപ്സ് എക്സാമും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ ഓപ്പറ എക്സാമും. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പറ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും പഴയ ക്യാപ്സ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. ബയോളജി ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്യൂട്ടിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ജസ്റ്റ് പാറ്റേൺസ് ഒന്നും ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ അതിൽ പഠിക്കേണ്ട കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ഇൻ കേസ് നമുക്കൊരു തറവ് നോളജ് ഫാർമക്കോളജിയിലും തെറാപ്പിയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ റിട്ടേൺ എക്സാം ആണെങ്കിലും ഇന്ത്യൻ ഓറൽ എക്സാം ആണെങ്കിലും അതൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൺഫ്യൂസ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് എക്സാം എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ലാസ്റ്റ് ഒരു നവംബർ എക്സാം ഉണ്ട് ക്യാപ്സിന് വേണ്ടിയിട്ട്. അതിനുശേഷം 2025 മാർച്ച് മുതൽ ഫസ്റ്റ് ഓപ്പറ എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ എപ്പോഴും നമ്മൾ ലൈഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് ഡിസിഷൻസ് എടുക്കുന്നവരായിരിക്കും ലൈഫിലെ കാര്യങ്ങൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യുക. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് എഴുതിയ ഒരു കുട്ടിയേക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത് ചിലപ്പോൾ എന്താ പറയുക സ്മാർട്ട് ഡിസിഷൻസ് എടുക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് എക്സാം ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു മെയിൻ ഡിസിഷനാണ്. സോ ഇപ്പം ഇൻ കേസ് നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് എക്സാം ഒബ്വിയസ്ലി കുറച്ച് പുതിയ എക്സാമാണ്, ഇതുവരെ ആരും ഓപ്പറ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. ബട്ട് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എപ്പോഴും മാർച്ച് എക്സാം ക്ലിയർ ചെയ്യുന്നവർക്കാണ് ആ നെക്സ്റ്റ് ഇയറിൽ തന്നെ വെരി നെക്സ്റ്റ് ഇയറിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റി കൂടുതൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പഠിച്ചിറങ്ങുന്ന ഫാർമസിസ്റ്റുകൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ കൊടുക്കുക. അവിടുത്തെ ഫാർമസിസ്റ്റിൻ്റെ നമ്പർ സഫീഷ്യൻ്റ് ആയിട്ട് അല്ലാതെ വരുമ്പോഴാണ് പുറത്തുനിന്നുള്ള ഓവർസീസിൽ നിന്നുള്ള ഇൻറ്റേൺസിനെ അവരെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീടുള്ള വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഇന്ത്യൻ പൊസിഷൻസ് ആണ് അവർ ഓവർസീസിൽ നിന്നുള്ളവർക്ക് കൂടുതലായും കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഇറങ്ങി ആ ഒരു ബൾക്ക് ഇൻടേക്ക് എപ്പോഴും നടക്കുന്നത് ജാനുവരിയിലാണ്. അപ്പം ആ പൊസിഷൻസൊക്കെ ഫില്ലായി പിന്നെ മിച്ചമുള്ള പൊസിഷൻസിലേക്കായിരിക്കും എപ്പോഴും നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മാർച്ച് എക്സാമാണ് നമ്മൾ എഴുതുന്നെങ്കിൽ ഒരു മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും നമുക്ക് ഈ ക്യാപ്സ് ഓപ്പറ എക്സാമിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടാകും. പിന്നെ അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടാകും. ആ സ്കിൽ അസസ്മെൻറ്റ് കണ്ട് നെക്സ്റ്റ് നമുക്കൊരു ഇംഗ്ലീഷ് ടെസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ര രജിസ്ട്രേഷൻ ചെയ്യാം. സോ ഈ ആപ്ര രജിസ്ട്രേഷനും 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് 2025 ജാനുവരി ഇൻടേക്കിലേക്കുള്ള 2025 അല്ല 2026 ജാനുവരി ഇൻടേക്കിലേക്ക് ഇന്ത്യൻ പൊസിഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ജൂലൈ എക്സാമാണ് എഴുതുന്നത്. ഇൻ കേസ് നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇച്ചിരി വൈകിപ്പോയി, ഇപ്പോൾ ജൂലൈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് തന്നെ ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റിലായിരിക്കും. ഇപ്പോൾ നോർമലി ആരും തന്നെ ഈ ക്യാപ്സ് എക്സാം കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ ആരും കോൺഫിഡൻ്റ് ആയിരിക്കില്ല. ഓപ്പറ എക്സാം കഴിഞ്ഞിട്ടാണ് വെരി നെക്സ്റ്റ് ഡേ പോയി ഇംഗ്ലീഷ് ടെസ്റ്റ് എടുക്കാൻ ആരും കോൺഫിഡൻ്റ് ആയില്ല. സോ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിനും ഒരു 2 to 3 months എങ്കിലും മിനിമം കോച്ചിങ് വേണം. ഇല്ല ഇംഗ്ലീഷിൽ നമ്മൾ അത്ര എന്താ പറയുക ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്ര നന്നായിട്ട് അറിയാം, എനിക്ക് ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ക്രാക്ക് ചെയ്യാന്നുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും മിനിമം 1 month ഗ്യാപ്പ് എടുക്കും. അങ്ങനെ ഒരു മന്ത് ഗ്യാപ്പ് എടുത്താൽ തന്നെ ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ അവസാനമായി നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ടെസ്റ്റും ക്യാപ്സ് എക്സാമും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകും. സെപ്റ്റംബറിലാണ് നമ്മളിപ്പോൾ ഈവൻ ജൂലൈ എക്സാമാണ് എഴുതുക. അപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് പുറകിലാണെങ്കിൽ ഒരു 2 months 3 months എടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നവംബർ മാസമായി. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും നമ്മൾ മാർച്ച് എക്സാമിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മൂവ്മെൻറ്റ്സ് നടക്കും. സോ മാർച്ചിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ആ മാർച്ച് എക്സാം കഴിഞ്ഞിട്ട് എന്താ പറയുക നെക്സ്റ്റ് ജാനുവരിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ തന്നെ ആണെങ്കിലും പഠിച്ച കുട്ടികളുടെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇംഗ്ലീഷുള്ള ജൂലൈ എക്സാം എഴുതിയ കുട്ടികളും ആണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർച്ചിൽ പഠിച്ചിറങ്ങിയവരാണ്. സോ മാർച്ചിൽ പഠിച്ചിറങ്ങിയവർ എങ്ങനെയാണെങ്കിലും വെരി നെക്സ്റ്റ് ജാനുവരി ആകുമ്പോഴത്തേനും ഒരു 90% ആളുകൾക്കും വിസ കിട്ടി. ഇവിടുന്ന് പഠിച്ച കുട്ടികൾക്ക് വിസ കിട്ടിയിട്ട് അവർ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പം ആ ഡിസിഷൻ വൈസ് ആയിരിക്കണം. ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോണാണ് ഈ മൈഗ്രേഷൻ എന്നുള്ളത്. സോ ഇന്ത്യയിൽ നിന്ന് ഒരു പുതിയ കൺട്രിയിലേക്ക് ഒരു രജിസ്ട്രേഷനായിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പം ആ ഡിസിഷൻ സ്മാർട്ടർ ഡിസിഷൻ ആയിരിക്കണം, വൈസർ ഡിസിഷൻ ആയിരിക്കണം. അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മാർച്ച് എക്സാം എഴുതുക,
മാർച്ച് എക്സാം എഴുതി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ നമുക്ക് സഫീഷ്യൻറ്റ് ടൈം ഉണ്ട്. അവിടെ ഒരു ഹറിബറി വെച്ച് എനിക്കിപ്പം 1 മാസം കൊണ്ട് ഇംഗ്ലീഷ് കിട്ടണം, സോ ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ 1 മന്ത് കൊണ്ട് ഇംഗ്ലീഷ് കൊണ്ടുപോവാ, അങ്ങനെ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാമിന് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിരിക്കില്ല. കാരണം നമുക്കൊരു പ്രഷറോട് കൂടി പോയി റീഡിങ് റൈറ്റിംഗ് സ്കിൽസ് ഒന്നും PT ആണെങ്കിലും IELTS ആണെങ്കിലും നോർമലായിട്ട് വളരെ കാമായിട്ട് പോയി എഴുതുന്ന ഒരു ഈസിനെസ്സോടുകൂടി ഇംഗ്ലീഷ് ടെസ്റ്റ് നമുക്ക് അപ്പോൾ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാർച്ച് എക്സാം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, വെരി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ. സോ നിങ്ങൾ വൈസ്ഡായിട്ട് ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.